Good morning. Good morning, ma'am. Good morning, miss. The prayer എല്ലാം കഴിഞ്ഞു? ഇല്ല ടീച്ചർ. Okay, please. Prayer. Start it, teacher. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always beat. Make me a servant, make me a servant today. Even though you were in the form of God, you took the form of a slave, and you touched me mouth and appointed me, so God excited a name. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always beat. Make me a servant, make me a servant today. Thought of the day. Small steps every day lead to big achievements. Thank you, ma'am. Mrs. Signing. Chubby cheek, timber chin, curly hair, baby fair, eyes are blue, lovely too. Teacher's pet, is that you? Yes, yes, yes. ഇത് വീഡിയോ ഒക്കെ ഓൺ ചെയ്തല്ലേ ചെയ്യേണ്ടത്? മിസ്സേ ഞാൻ ഓഫീസിൽ അതുകൊണ്ടാ. Okay. Okay. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? Yes, Psychology, ma'am. psychology. Psychology എവിടെ വരെ സ്റ്റാർട്ട് ചെയ്തോ? Just first paragraph. നിങ്ങൾക്ക് പാർട്ട് 2 ഇനി ഏതൊക്കെ ചാപ്റ്റർ തീരാനുള്ളേ? ടീച്ചർ നീറ്റ്സ് ഇപ്പോ അപർണ മിസ് എടുത്തോണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോ ഈ സൈക്കോളജി പിന്നെ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട് അല്ല? ഫോർത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല. അതും കൂടെ എടുക്കാനുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയോ? അത് എടുത്തിട്ടില്ല. അതും എടുത്തിട്ടില്ല മാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വേറെ ആരാ? ഡെവലപ്മെന്റിന്റെ ബാക്കി സ്റ്റേജസ് ഒക്കെ ആരാ എടുത്തേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വതി മിസ് ആണ് എടുത്തത്. ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ കഴിഞ്ഞു. അതെ, ഡിഫൻസ് മെക്കാനിസം അശ്വതി മിസ് ആണ് ടീച്ചർ എടുത്തത്. ഷെയർ ചെയ്യട്ടെ.
ടീച്ചർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അശ്വതി മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ സൈക്കോളജി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. സൈക്ക്, ലോഗോ എന്ന രണ്ട് വേർഡ്, രണ്ടിന്റെ മീനിങ് സോൾ, സയൻസ്. അപ്പൊ സ്റ്റഡി ഓഫ് സയൻസ് ഓഫ് സോൾ എന്നുള്ള രീതിയിലുള്ള മീനിങ് ആണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വേർഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിലെ സിഗ്മണ്ട് ഫ്രോയിഡ്, പിയാജെ, അതുപോലെ എറിക്സൺ, വിറ്റോസ്കി, ഇവരുടെയൊക്കെ ഒബ്സർവേഷൻസും അവരുടെ അനാലിസിസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? അതെ മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ സൈക്കോളജിയുടെ ഒരു എന്താ പറയാ, സൈക്കോ അനാലിസിസിന്റെ ഒരു ഫൗണ്ടർ എന്നൊക്കെ രീതിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെയാണ് റെഫർ ചെയ്തിട്ട് എല്ലാ സൈക്കോളജി സെഷനിലെ റിസർച്ച് ചെയ്യുന്നവരും സ്റ്റുഡൻസ് ആണെങ്കിലും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒബ്സർവേഷനിലൂടെയാണ് കൂടുതലും കടന്നു പോകുന്നത്. അദ്ദേഹം പല രീതിയിലുള്ള പ്ലഷർ റിലേറ്റഡ് ആണ് ഫ്രോയിഡ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ. സോ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് അല്ലെ? നമുക്ക് ശരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നിങ്ങൾ പഠിക്കും. പല രീതിയിലുള്ള ഡിഫറൻസസ് ഒരു മനുഷ്യന് അങ്ങനെ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി അവരെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ, ഒരു ഫെസിലിറ്റേറ്ററിന്റെ ജോലി. ഒരു റൈറ്റ് ടൈമിൽ ഒരു ഇന്റർവെൻഷൻ നടത്തി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളിൽ പലരും ജോലി ചെയ്തിട്ടുണ്ടാവും അല്ലെ? പല ജോലിയിലും ആയിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 3 ഫേസസ് ആണ് നമ്മളൊരു ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ 3 ഫേസസിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും. അതായത് നമ്മുടെ ജോബ്, നമ്മൾ ചെയ്യുന്ന ആ ജോലി റിലേറ്റഡ് വിത്ത് ഏണിങ് അല്ലെ? നമുക്ക് ക്യാഷ് വേണം ജീവിക്കാൻ അല്ലെ? അതിനുള്ള ഒരു പേയ്മെന്റ് കിട്ടണം. കരിയർ, നമ്മുടെ ആ ഒരു കരിയർ എന്താണ്, ആ ഒരു ഇത്. നെക്സ്റ്റ് വൺ പർപ്പസ് ആണ്. ആ ഒരു ജോലി കൊണ്ട് നമ്മളുടെ പർപ്പസ് എന്താണ്? അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ കറക്റ്റ് പർപ്പസ് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ആ ഒരു ജോലി ഒരു ടയർഡ്നെസ്സും ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലരിങ്ങനെ ചെത്ത് കിടന്ന് പണിയെടുക്കും, പർപ്പസ് എന്താണെന്ന് അറിയില്ല. ആ ജോലി കൊണ്ട് എനിക്ക് എന്താണ് പർപ്പസ്, ആ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് പലപ്പോഴും പർപ്പസ് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടീച്ചർ, അപ്പൊ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചറുടെ ജോബ് എന്ന് പറയുന്നത് ടീച്ചറാണ്. ടീച്ചറുടെ കരിയറും ടീച്ചറിന് തന്നെ ടീച്ചർ ഇടുവാണെങ്കിൽ പർപ്പസ് ടീച്ചിങ്, എല്ലാവർക്കും എപ്പോഴും അറിവ് പകർന്നു കൊടുക്കുക. അപ്പൊ അതാണ് അവിടെ ആ ഒരു ടീച്ചറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ ഒരു ടീച്ചിങ്ങുള്ള ആ ഒരു അതൊരു പാഷനാണ്. അതുകൊണ്ടാണ് അവർ പർപ്പസും ടീച്ചിങ് തന്നെ ആക്കിയെടുത്തിരിക്കുന്നത്. ജോബും കരിയറും പർപ്പസും എല്ലാം ടീച്ചിങ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര പേര് വേണമെങ്കിലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെന്ന് വിചാരിച്ചോ നമ്മുടെ ജോബിൽ, അപ്പൊ നമ്മൾ കറക്റ്റ് നമ്മുടെ പർപ്പസ് മനസ്സിലാക്കാതെയാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നത്. ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് അതൊരു സൈക്കോളജിക്കൽ ഒരു അനാലിസിസ് തന്നെയാണ്, നമ്മളുടെ തന്നെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആണ്. ഞാൻ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു, എനിക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ലോ ഫീൽ ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പർപ്പസ് ഇസ് സംതിങ് എൽസ്. നമ്മൾ നമ്മുടെ ലൈഫിൽ പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. സൈക്കോളജി പറഞ്ഞപ്പോൾ സൈക്കോളജി മെറ്റീരിയലാണെങ്കിൽ കാണുന്നില്ല, ഏത് ക്ലാസ് ആണോ ക്ലാസ്സിന്റെ കാണാൻ. ഓക്കെ, വായിക്കാമോ സെക്കൻഡ് ആൻഡ് തേർഡ് paragraphs? Yes. Psychology is usually defined as the study of human. അതല്ലേ മിസ്? അതെ. As a study of human behavior, some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive process. Those who work in the field of education are concerned with the educational
psychology, which is the application of psychological principles to education. It can be called applied psychology. All the teachers learn educational psychology as part of their training course. Very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology or lifespan psychology. It deals with changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and educational psychology, which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. This wing of psychology differentiates children with adults and deals with their behavior and development from a practical, systematic point of view. Uh, ഷോഫ് what is a ഇങ്ങനെയായിരിക്കാം ഷോഫ്. Schoeffer has defined it as the scientific study of children's behavior and development. ഓക്കെ, സോ സൈക്കോളജി നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട് ആ സൈക്കോളജി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബിഹേവിയറും കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ, നമ്മൾ എത്രത്തോളം നോളജ് ഉള്ളവരാണ്, എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള നമ്മുടെ സ്കില്ല്, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒന്നാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏരിയയിലെ ഡെവലപ്മെന്റും ലോ ആയിരിക്കും. നമുക്ക് ബുദ്ധിപരമായി നമ്മൾ അല്പം ലോ ആണെങ്കിൽ അത് നമ്മളുടെ ആക്ഷൻസിൽ അത് കാണും. നമ്മൾ നടക്കുമ്പോ, നമ്മൾ ഇരിക്കുമ്പോ, നമ്മൾ എന്തെങ്കിലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതില്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ എന്തെങ്കിലും റൈറ്റിങ്ങില്, റീഡിങ്ങിലൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും നമ്മൾ ലോ ആണെങ്കിൽ അത് നമ്മളുടെ ബാക്കി എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേറ്റ്സിനെ ബാധിക്കുന്ന ഒന്നാണ്. സോഷ്യലൈസ് ചെയ്യുന്നതില്, ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതില്, മൂവ്മെന്റില്, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ്, ശരിയായ രീതിയിലുള്ള ലാംഗ്വേജ് വരില്ല. സ്പെഷ്യൽ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ലെവൽ എത്രയൊന്ന് ലോ ആയതുകൊണ്ടാണ് അവരുടെ ആ ഒരു രീതികളൊക്കെ അങ്ങനെ. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ സെറിബ്രൽ പാൾസിയോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആവുമ്പോഴേക്കും അവരെ സംബന്ധിച്ച് അവരുടെ മൂവ്മെന്റില് സാധാരണ രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കില്ല. അവരുടെ ഫിസിക്സ്, അവരുടെ ബോഡി ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സൈസ് ആയിരിക്കും അല്ലെ. അവരുടെ ഓരോ ബോഡിയുടെ ഓരോരോ പാർട്സ് നോക്കിയാലും തന്നെ ഡിഫറെന്റ് ആയിരിക്കും. കണ്ണിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അവരുടെ മൗത്തിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, സംസാരിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ രീതികളിലും അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ബാക്കി അവർ എക്സ്പ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും വ്യത്യാസം കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്, അതിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മള് സൈക്കോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും രണ്ട് ഏരിയയില് നല്ല രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ചൈൽഡ് സൈക്കോളജി, രണ്ടല്ല മൂന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജി, പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ചൈൽഡ്ഹുഡില് അവരുടെ ഡെവലപ്മെന്റിന്റെ മൈൽ സ്റ്റോൺസ്, ഫണ്ടമെന്റൽസ് തുടങ്ങുന്ന ഒരു പ്രായമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടികളുടെ രീതികൾ മനസ്സിലാക്കുക ആണ് ചൈൽഡ് സൈക്കോളജിയിൽ വരുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ്. അവിടെ വരുന്ന രണ്ട് ലൈവ് ആയിട്ടുള്ള ആളുകൾ ടീച്ചറും കുട്ടികളുമാണ്. അപ്പൊ ആ കുട്ടികളുടെ ബിഹേവിയർ നല്ല രീതിയിൽ മനസ്സിലാക്കുവാണെങ്കിൽ ടീച്ചർക്ക് എന്ത്, എപ്പോൾ, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. വാട്ട്, വെൻ, ഹൗ, എങ്ങനെ ആ രീതിയിൽ മനസ്സിലാവുള്ളൂ. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാനിന്റെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതായത് വോം ടു ടോം, അമ്മയുടെ ഗർഭപാത്രം തുടങ്ങി ശവകുടീരം വരെയുള്ള മനുഷ്യന്റെ ആ ഒരു ലൈഫ് ജേർണി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനുഷ്യായുസിലെ എല്ലാ ചേഞ്ചസും,
ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അതാണ് ഈ 3 ഏരിയ. അപ്പൊ നമ്മളിപ്പോ ഒരു ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ട്രെയിനർ, ഒരു ഫെസിലിറ്റേറ്റർ ആകാൻ പോകുമ്പോൾ നമ്മൾ ഈ 3 ഏരിയ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, യുണീക്കാണ് കുട്ടികൾ, അല്ലെ? ഇനി നമ്മൾ കുട്ടികൾ മാത്രമായിട്ടല്ല കണക്റ്റഡ് ആകുന്നത്, അവരുടെ ഫാമിലി, പാരന്റ്സ്, അവരുടെ ഫാമിലിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുന്നുണ്ട്. സോ അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് അവരെയും മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഡെവലപ്മെന്റൽ സൈക്കോളജി. കാരണം ഫാമിലിയിൽ ചില ഫാക്ടേഴ്സ് കൊണ്ടാണ് കുട്ടിയിൽ ചിലപ്പോൾ ചില ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അല്ലാതെ കുട്ടി ഇൻബോൺ ആയിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഫാമിലി, ഒരു ടീച്ചറെ സംബന്ധിച്ച് ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതുപോലെ അറിയിക്കുക. അവിടെ ഒരു ഇന്റർവെൻഷൻ, കറക്റ്റ് ടൈമിൽ ഒരു ഇന്റർവെൻഷൻ നടത്താനായിട്ട് ആ ഒരു ടീച്ചർക്ക് പറ്റണം, എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ. കുട്ടികളുടെ ബിഹേവിയർ ഡെവലപ്മെന്റ്, അതുമായിട്ട് കണക്റ്റഡ് ആണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് എല്ലാം സൈക്കോളജി എന്ന് പറഞ്ഞാൽ വലിയൊരു മരത്തിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി, അങ്ങനെ പല പല സൈക്കോളജി ഒക്കെ ഉണ്ട്. പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി, അങ്ങനെ പലതും. അപ്പോൾ സൈക്കോളജി നമുക്കറിയാം, കുട്ടികളും അഡൾട്ട്സും നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ? കാഴ്ചക്ക് മാത്രമല്ല, രീതികളിലും ഡിഫറെന്റ് ആണ്. അഡൾട്ട്സ് ചെയ്യുന്ന ഒരു കാര്യം കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോ എപ്പോഴും അഡൾട്ട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കുട്ടികളെ കാണുന്നത്. റിയാദക്ക് ചെയ്യാൻ അറിയില്ലേ, ഞാൻ ചെയ്തത് കണ്ടോ, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ടോക്ക് എപ്പോഴും വരും. പക്ഷെ ഒരു ടീച്ചർ ഒരു അഡൾട്ടാണ്. ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ, ഇതുപോലെ ഒരു സാധാരണ അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ടീച്ചർ ആ കുട്ടികളെ കാണരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. HR ഷോഫർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഓതറാണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ബിഹേവിയർ ഡെവലപ്മെന്റ്, അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ഈ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ചൈൽഡ് സൈക്കോളജിക്ക്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. അതാരാ റീഡ് ചെയ്യാൻ? ടീച്ചേഴ്സ് ഏതാണ്ട് വായിക്കണം. Yes, please. First 2 paragraphs, please. Education in simple terms in the modification of behavior of children in a controlled environment to shape the behavior of the subject and bring positive changes. It is necessary to study the science of behavior. All teachers have to understand the children with whom they interact. It is necessary that they should know how they think, how they react to their environment, the strengths and weaknesses of their personality, etc. At the same time, a teacher has to know that 2 individuals are not similar and they have several different aspects. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. As the teacher is very often expected to deal with a group of students, it has to know the psychology of the groups as well as the psychology of the individual in the group and the influence of the group of the individual. The teacher must have awareness about the socio-cultural program also. Okay. സോ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ടീച്ചേഴ്സ് എന്തിനത് അറിയണം? നിങ്ങൾ ആദ്യമേ തന്നെ അതിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നു. കുട്ടികളുടെ സ്വഭാവം മനസ്സിലാക്കണം, എന്നാലാണ് നമുക്ക് അവർക്ക് എപ്പോൾ എങ്ങനെ പഠിപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, സിലബസിലുള്ള കണ്ടന്റ് മാത്രം പഠിപ്പിച്ചു വിടുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ആ ത്രൂ എഡ്യൂക്കേഷൻ ആ കുട്ടികളിൽ ചേഞ്ചസ് ഉണ്ടാക്കുക. നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് പാർട്ടിലൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു അവയർനെസ് കൊടുത്ത് അവരെ ഹെൽത്തിനെ ഹൈജീനിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ അവർ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഹൈജീൻ ആയിട്ടുള്ള ലൈഫ് അതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ആ സമയത്ത് അവർ ശീലിക്കുന്നതാണ് അഡൾട്ട് ആകുന്നവരെ അവരുടെ എൻറ്റയർ ലൈഫില് അവർ മുന്നോട്ട് കൊണ്ടുപോകും. അത് മാത്രമല്ല അവർക്ക് കിട്ടിയത് അവരവരുടെ വീടുകളിൽ പോയി ഷെയർ ചെയ്യും, അവരുടെ ഫ്രണ്ട്സിനോട് പറയും. അപ്പൊ ശരിക്കും അവർക്ക് ചുറ്റുമുള്ളവരും കൂടെ എഡ്യൂക്കേറ്റഡ് ആവുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണല്ലോ, മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഒരിക്കലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കിലോ സിലബസിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അതിനും പുറത്തേക്ക് പോകുന്നതാണ്. എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന രീതി. ചില ടീച്ചേഴ്സിന്റെ പഠന രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കാരണം അത്രയും യുണീക്ക് ആയിട്ടാണ്, ഭയങ്കര വ്യത്യാസമായിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത് ശ്രദ്ധിക്കാനുള്ള ഒരു താല്പര്യം കൂടി. അതേസമയം ഒരേ പാറ്റേണിൽ വന്ന് നിന്ന ഒരു പോർഷൻ തീർക്കാനും സിലബസ് തീർക്കാനുള്ള സ്ട്രഗിൾ ആണെങ്കിൽ ഒട്ടും കുട്ടികൾ ശ്രദ്ധിക്കില്ല. ഒരു സ്കൂളിൽ ചെന്നപ്പോ കിട്ടിയ ഒരു അനുഭവമാണ്, ടീച്ചർമാർക്ക് എപ്പോഴും പോർഷൻ തീർക്കണം. കാരണം ഈ മഴ അവധികളും അല്ലാത്ത പണിമുടക്കും പല അവധികളും ഒക്കെ വന്ന് അവർക്ക് കുറെ ക്ലാസ് മിസ്സാവും. അപ്പൊ അവരിങ്ങനെ പോർഷൻ തീർക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് അവര് ചിന്തിക്കുന്നേ ഇല്ല. അപ്പം ഒരു ടീച്ചറിന്റെ വായിന്ന് വന്നതാണ്, ടീച്ചർ പറയുകയാണ് എന്തൊക്കെയായാലും അവരൊക്കെ ട്യൂഷന് ചേർന്നിട്ടുണ്ട്, അപ്പൊ അവര് പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതിക്കോളും. അങ്ങനെ പറയേണ്ട ഒരു ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ അവരുടെ കൊടുക്കണം, അത് കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് റിപ്പോർട്ട് എഴുതണം പോർഷൻ തീർന്നു എന്നുള്ളത്. കുട്ടികൾ ട്യൂഷന് പോകുന്നതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു. ട്യൂഷന് പോയി പഠിച്ച് അവരെ മാർക്ക് നേടും. അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ കോപ്പി അടിച്ച് മാർക്ക് നേടും. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അധ്യാപകരും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സിസ്റ്റത്തില് ഭയങ്കര ഒരു പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയറിന്റെ മോഡിഫിക്കേഷൻ തന്നെയാണ്. ഒരു കൺട്രോൾഡ് എൻവിയോൺമെന്റില്, ഒരു സ്കൂൾ ക്ലാസ് റൂം എന്നുള്ളൊരു കൺട്രോൾഡ് എൻവിയോൺമെന്റില് അവരുടെ ബിഹേവിയർ അവരെ ഷേപ്പ് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ടു ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ദ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, കുട്ടികളാണ്, ചിൽഡ്രൻ. അവരിൽ എന്നിട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മൾ പഠിക്കണം. ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെ നടത്തണം കുട്ടികളുടെ ബിഹേവിയർ. അതിനൊക്കെ പല സയന്റിഫിക് മെത്തേഡ്സും ഉണ്ട് കേട്ടോ, നമുക്ക് കുട്ടികളെ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഒരു ആസ് എ ടീച്ചർ നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്തു, BEd ചെയ്തു, അല്ലെങ്കിൽ TTC ചെയ്തു, ടീച്ചർ ചെയ്തു, അല്ലെങ്കിൽ മോണ്ടിസോറി ചെയ്തു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ആയി നമുക്ക് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടി, ഞാനൊരു ടീച്ചറായി. യെസ്, പ്രൗഡ് ഫീൽ തന്നെയാണ്. നമ്മൾ പഠിപ്പിക്കാനായിട്ട് ചെല്ലുന്നത്. പക്ഷെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങളുടെ കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ഒരു ആസ് എ ടീച്ചർ നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നിൽ വരുന്ന കുട്ടികളുടെ രീതികൾ മനസ്സിലാക്കി അവരെ ശരിയായ രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ബാച്ച്, ഒരു അക്കാദമിക് പീരീഡ് കഴിഞ്ഞു, നെക്സ്റ്റ് അക്കാദമിക് പീരീഡിലേക്ക് വരുമ്പോൾ വീണ്ടും വരുന്നത് പുതിയ കുട്ടികളാണ്. എല്ലാവരും യുണീക്കാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ എഡ്യൂക്കേഷൻ അതാണ്. പലപ്പോഴും നമുക്ക് ചിലപ്പോ നമ്മളുടെ പല അവസ്ഥകൾ കൊണ്ട് കൂടുതൽ പഠിക്കാനോ റിലേറ്റഡ് സ്റ്റഡിക്കോ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വേറെ സപ്പോർട്ടീവ് ക്ലാസ്സസ് ഒന്നും എടുക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊന്ന് സെറ്റിൽ ആവുക. ഒരു ചെറിയൊരു ഇൻകം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോബിലാവുക. ആ ഒരു ഇൻകമിൽ നിന്ന് നമുക്ക് വീണ്ടും നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മറ്റു കോഴ്സുകൾ ചെയ്യുക. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനായിട്ട് ചില അനാലിസിസ് സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് കുട്ടികളുടെ സ്കില്ല് പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കി അവർ ആ രീതിയിൽ വഴിതിരിച്ചു വിടാനായിട്ട് പറ്റും. അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ ടെസ്റ്റുകളും കുറെ ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കി അവർക്ക് എന്താണ് ശരിക്കും വേണ്ടത്, അവർ ഏതിലാണ് അവരുടെ കഴിവ് കൂടുതൽ, അങ്ങനെ നോക്കിയിട്ട് ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ സ്കൂൾ ക്ലാസ് റൂമിലൊക്കെ നടത്തി
അവരെ കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ചില കുട്ടികൾ ഒത്തിരി വിത്ഡ്രോ ചെയ്തിരിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല സ്കിൽ ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാവും. എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവും സ്കിൽ. ആ സ്കില്ല് കണ്ടെത്തി അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള നമ്മുടെ ഒരു ഡ്യൂട്ടി. പക്ഷെ ടീച്ചേഴ്സ് എപ്പോഴും സിലബസിനെ ഫോക്കസ് ചെയ്യുന്നു, അത് തീർക്കാൻ നോക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ടീച്ചേഴ്സിന് കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അവർ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു കുട്ടികളെ നമുക്ക് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെ അവർ ഓരോ എൻവയോൺമെന്റിൽ റിയാക്ട് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്കിൽസ്, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ബിഹേവിയർ, ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ബിഹേവിയർ, അതെല്ലാം ഒരു ടീച്ചർ മനസ്സിലാക്കേണ്ടിയിരിക്കും. പിന്നെ എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്, ഓരോ കുട്ടിയും യുണീക്ക് ആണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് കുട്ടികൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവരിൽ ചില ബിഹേവിയർ ആയിരിക്കും, അവരൊറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ അവരുടെ ബിഹേവിയർ വേറെ ആയിരിക്കും. നമ്മള് ഗ്രൂപ്പിലും ഇൻഡിവിജ്വലിയും എല്ലാം ആ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. പിന്നെ ചില ഗ്രൂപ്പുകളില് കുട്ടികൾ ആകുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ഒരു രീതിക്ക് അനുസരിച്ച് അവർക്ക് നല്ല ചേഞ്ചസ് വരും അല്ലെ. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ നെക്സ്റ്റ് അക്കാദമിക് ഇയർ തുടങ്ങി അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു സാധാരണ ഇപ്പോ 8 പീരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 7 പീരീഡ് ആണെങ്കിൽ ഓരോ പീരീഡിൽ നിന്നും ഒരു 5 മിനിറ്റ്സ് കുറച്ചിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പീരീഡ് ആക്കിയിട്ട് ആ ഒരു പീരീഡ് കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് ലാംഗ്വേജിന് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ ഇരുത്തിയിട്ട് പഠിപ്പിക്കാന്നുള്ള രീതിയിൽ പറയും. കാരണം എക്സ്ട്രാ ടൈം എടുക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും അവരുടെ പല ഷെഡ്യൂളിലും പല വ്യത്യാസങ്ങൾ വരും. അതായത് ബസ്സിന് പോകുന്നത്, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസം വരുന്നത് കാരണം എക്സ്ട്രാ ടൈം എടുക്കാതെ ആ ഒരു അവരുടെ ആക്ച്വൽ പീരീഡ് തുടങ്ങി പീരീഡ് തീരുന്ന വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു അവർ ബാക്കി എല്ലാ പീരീഡും കുറച്ച് ആക്കിയിട്ട് അങ്ങനെ ആക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, വീക്ക് സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു അവരെങ്ങനെ ഇരുത്തിയിട്ട് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കുമല്ലോ, ഞങ്ങള് മോശം, ഞങ്ങള് പുറകോട്ടുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിരുന്നത്. ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തു എല്ലാ കുട്ടികളെയും കൂടെ മിക്സ് ചെയ്യാം. വീക്ക് ആണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും എബോവ് ആവറേജ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും എല്ലാവരെയും മിക്സ് ചെയ്തിട്ട് ഇരുത്തുക. മിക്സ് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുക. അപ്പൊ ആ ഗ്രൂപ്പിൽ ഈ എല്ലാ മിക്സും കൂടെ വരണം. അപ്പൊ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും കൂടെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ പിയർ ഗ്രൂപ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു കുട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് അവരുടെ ഫ്രണ്ട്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് വെച്ചു. ഇപ്പൊ ഒരു മിനിറ്റ് തരുമോ ജയദേവ് സാർ എന്നെ വിളിക്കണോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്കുകളൊക്കെ കുറേശ്ശെയായിട്ട് ദിവസങ്ങൾ അല്പസമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. പെൻഡിങ് ആവും. അങ്ങനെ ഒരു കുട്ടിയുടെ കേസ് പറയാനാ സാർ എന്നെ വിളിച്ചത്. കാരണം ലാസ്റ്റ് മൊമെന്റ് വൈവ എത്തുമ്പോഴാണ് എല്ലാവരും അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സ് പഠിക്കുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഹോസ്പിറ്റലിലായിരുന്നു, അങ്ങനെ പോകും ഇങ്ങനെ പോകും, അങ്ങനെ ഇങ്ങനെ കുറെ പറയും. പറയുന്നത് ജെന്യുവിൻ റീസൺസ് ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി നമുക്ക് കുറച്ച് ടൈം കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് ചെയ്ത് അത്രയും എഫേർട്ട്, ചിലപ്പോൾ ഇതിലും പ്രശ്നങ്ങളിൽ നിന്നും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വേറെ കുട്ടികളുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ എല്ലാരും നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിന് അങ്ങനെ ജെന്യുവിൻ റീസൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ടൈം കൊടുക്കും. പക്ഷെ ചെയ്തില്ല എന്ന് കരുതി
അതിനനുസരിച്ച് അവർക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മാർക്ക് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മുടെ പേഴ്സണൽ പ്രോബ്ലം വെച്ചിട്ടല്ല നമ്മൾ മാർക്ക് കൊടുക്കും. നമ്മൾ ചെയ്തത് വെച്ചിട്ടേ നമുക്ക് നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ടേ മാർക്ക്. ശരിയാണോ? നിങ്ങൾ ആരെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടോ? നല്ല എഫേർട്ട് എടുത്തൊരു കുട്ടിയും എഫേർട്ട് എടുക്കാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ കാരണം എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, നമ്മൾ വൺസ് ഒരു കോഴ്സ് നമ്മൾ ചേരുമ്പോൾ നമ്മൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ശരിക്കും മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഞങ്ങളൊക്കെ ചില ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കണം. അത് നല്ല ഡ്രസ് കോഡ് കറക്റ്റ് ആയിരിക്കണം. അതൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ്. കാരണം അത് ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ആ ഒരു വ്യത്യാസം വരുത്തും. ഇവിടെ ഇപ്പൊ നമ്മള് വീഡിയോയുടെ കാര്യം അത് നമ്മളൊന്നും കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ഓൺ ആയിരിക്കണം. നമ്മൾ മിക്കവാറും നമ്മുടെ പേഴ്സണൽ സ്പേസിലായിരിക്കും ഇരിക്കുന്നത്. പേഴ്സണൽ സ്പേസിലാവുമ്പോൾ നമ്മള് അതിനനുസരിച്ച് നമ്മുടെ പ്രൈവസി എല്ലാം നോക്കിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇരിക്കാൻ. ഓക്കെ, അതൊക്കെ നമ്മളൊന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചില ഓൺലൈൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ അത് ഓഫ്ലൈനിലേക്കാൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നും. കാരണം അതുപോലെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ്. ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 60 പേരോളം ആ ഒരു കോഴ്സിലുണ്ട്. തുടങ്ങിയിട്ടൊരു 2-3 സെഷൻസേ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ 60 പേരെയും ഞങ്ങൾക്ക് നന്നായി അറിയാം. 60 പേരുടെ പേര്, 60 പേരുടെ ഫേസ് അറിയാം. എനിക്ക് ആകെ അതിൽ 2 പേരെ പേഴ്സണലി പരിചയമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പുതിയ ആൾക്കാരാണ്. പക്ഷെ അവരെയൊക്കെ നമുക്കറിയാം. നമ്മളെങ്ങാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നും. അതാണ് ഓൺലൈൻ ക്ലാസ്സുകൾ വ്യത്യാസമാക്കാൻ പറ്റുന്ന പല മെത്തേഡും നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. ഞാനിപ്പോ ജസ്റ്റ് അതങ്ങനെ അറിഞ്ഞപ്പോ ഒന്ന് ഷെയർ ചെയ്ത് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയി തോന്നും. സാധാരണ എനിക്ക് ഹാഫ് ആൻ അവറിൽ കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഓൺലൈൻ ക്ലാസ്സുകളിൽ. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്താട്ടോ ഇരിക്കുന്നത്, പറഞ്ഞാലും ഇല്ലെങ്കിലും. പക്ഷെ എന്താന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പം ശരിക്കും അങ്ങ് മടുപ്പ് തോന്നും. പിന്നെ അങ്ങ് ലീവായിട്ട് റെക്കോർഡ് ക്ലാസ് ഒക്കെ എന്നിട്ട് കാണാം. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ. പക്ഷെ ഈ ഒരു ക്ലാസ് 2 hours ഞങ്ങൾക്ക് ആ 2 മണിക്കൂർ പോണത് ഞങ്ങൾ അറിയണേ ഇല്ല. ആ ഒരു വ്യത്യാസം ആണ്. ഓൺലൈൻ ആണെങ്കിലും ഇറ്റ്സ് വെരി എഫക്റ്റീവ്. പിന്നെ അതിനൊരു കാര്യം കൂടി കേട്ടോ, നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ മണിയും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു ഉള്ളില്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നടത്തുമ്പോൾ എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും അല്ലെ. അതൊന്നും നോക്കാം. ചില കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ പേഴ്സണൽ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ വർക്കുകളുടെ കാര്യത്തില് പെയിന്റിങ് വേണ്ട. നമ്മൾ വിചാരിക്കും സമയമുണ്ടല്ലോ വെക്കേഷൻ വരുവാണല്ലോ അപ്പൊ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചാലും പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വെച്ച് അതിലേക്ക് പോകും. നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുന്ന മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. സോ നമ്മൾ നമ്മുടെ മാറ്റി വെക്കും. എന്ത് പറ്റും, വർക്കുകളൊക്കെ പെയിന്റിങ് ആവും. വൈവ സമയമാകുമ്പോഴേക്കും പിന്നെ ആകെ ബഹളമായി. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ലാസ്റ്റ് തരാമോ. അപ്പൊ എല്ലാവരും ലാസ്റ്റ് ചോദിക്കും. ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതാ. ഞാൻ പറഞ്ഞു ഇനി ആകെ 3-4 പേരേ ഉള്ളൂ. ഈ ലാസ്റ്റ് എവിടെ കൊണ്ട് വെക്കും നമ്മള്, അതൊക്കെയാണ് ഒരു പ്രശ്നം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ യാതൊരു ടെൻഷനും ഇല്ല. അപ്പൊ എത്ര റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് തന്നു? 3 റെക്കോർഡ്. 3 റെക്കോർഡ്. ഓക്കെ, നിങ്ങൾക്ക് സർവേയുടെ ഡീറ്റെയിൽസ് തന്നു. ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അങ്ങനെയുള്ള ഒരു സർവേ ചെയ്യാനായിട്ട് പറഞ്ഞു. അത് ഈ സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആക്കുന്ന കാണില്ലായിരിക്കും. ഈ ചാപ്റ്റർ വരുമ്പോ എന്നെ ഓർപ്പിച്ചാൽ മതി സർവേയുടെ ഡീറ്റെയിൽസ്. സർവേ ഒന്നുമില്ല. മിനിമം ഒരു 5 പാരന്റ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊരു 32ഓളം ക്വസ്റ്റ്യൻസ് തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചേർക്കാം, ആഡ് ചെയ്യാം കൂടുതൽ. എന്നിട്ട് ആ ക്വസ്റ്റ്യനെയറുമായിട്ട് ചെയ്യുക. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ. എന്നിട്ട് ഏതാണോ അതൊന്ന് ടിക്ക് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ ജോലി. അത് കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, ഒരു പ്രോജക്ട് റിപ്പോർട്ട്. ഇങ്ങനെ പോയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ 50 മാർക്കിനാണ് സർവേ വരുന്നത്. ഓക്കെ, അവർക്കൊക്കെ 20 മിനിറ്റ്സ് ഒക്കെ ദിവസം കൊടുത്താൽ മതിയായിരിക്കും. ചിലപ്പം
അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീക്കെൻഡ്സിൽ ഒരു 1 hour ടോട്ടൽ കൊടുത്താൽ തന്നെ ചിലപ്പോൾ തീരാവുന്ന വർക്കുകളെ ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും 20 മിനിറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വീക്കെൻഡ്സിൽ ഒരു 1 hour ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്, കാര്യങ്ങൾ പറയായിരുന്നു അല്ലെ. ഓക്കെ, സൈക്കോളജി, കുട്ടികള് ഇൻഡിവിജ്വലി ചില കാണിക്കുന്ന ബിഹേവിയർ, പക്ഷെ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ അവന് നല്ലപോലെ മേർജ് ആകാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ, നമ്മൾ ഫ്രൂട്ട് സാലഡ് കണ്ടിട്ടില്ലേ, ഇതിൽ നിറയെ ഫ്രൂട്ട്സ് ആണല്ലേ, ക്രീമുമായിട്ട് അതങ്ങ് മിക്സ് ആവുക, നല്ലപോലെ മേർജ് ആവുക. ഈ ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് ഫ്രൂട്ട് സാലഡിലേക്ക് വരുമ്പോൾ ഭയങ്കര നമ്മളുടെ നാവിനെ അലിയിക്കുന്ന ഭയങ്കര ഒരു ടേസ്റ്റ് വരും അല്ലെ. അതുപോലെയാണ് ഗ്രൂപ്പിലെ ചില കുട്ടികളുടെ ബിഹേവിയർ. ആ ഗ്രൂപ്പിൽ അവർ നല്ല രീതിയിൽ ചെയ്യും. ഈ പാട്ട് പാടുന്നവര് ഒറ്റയ്ക്ക് പാട്ട് പാടാൻ ചിലപ്പോൾ ഭയങ്കര ഒരു പ്രയാസം തോന്നും, പക്ഷെ ഒരു ഗ്രൂപ്പിലാവുമ്പോൾ നല്ല ഇതായിട്ട് ആ ഗ്രൂപ്പുമായിട്ട് ചേർന്ന്. ഇതെല്ലാം നമുക്ക് കുട്ടികളെ ഒറ്റ ഗ്രൂപ്പിൽ തന്നെ എപ്പോഴും ആക്കാതെ ഗ്രൂപ്പിനെ വീണ്ടും വീണ്ടും ഷഫിൾ ചെയ്ത് ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ ടീച്ചർക്ക് സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാമിനെ കുറിച്ചൊരു അവയർനെസ് വേണം. ടീച്ചർക്ക് പാട്ട് പാടാൻ കഴിയണം, ഡാൻസ് കളിക്കാൻ അറിയണം, നാടകം, ഒരു ഡ്രാമ, ഒരു റോൾ പ്ലേ ചെയ്യാൻ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ അതിന് ഉപയോഗിക്കും എന്ന് പറയുന്നത്. ആക്ഷൻ സോങ് അത് തന്നെ ചെയ്തു പോവുക. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പലരും ഷെയർ ചെയ്തതാണ്, മിസ് എത്രയോ തവണ ക്ലാസ്സിൽ പറഞ്ഞു ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്, ഞങ്ങൾ ചെയ്തില്ല, പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ചെറിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ, ആക്ഷൻ സോങ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനൊരു മോണ്ടിസോറി സ്കൂളിലെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങള് പ്യുവർ മോണ്ടിസോറി മെത്തേഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സെഷൻ വരുമ്പോഴേക്കും അവിടുത്തെ ഡയറക്ടർ സാർ എന്നോട് പറയും, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഒരു ഗ്രൂപ്പ് ആക്കുക, എന്നിട്ട് അവരെയും കൊണ്ട് പോയി പാട്ടോ ഡാൻസോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യണം. അവരൊന്നും പ്രതീക്ഷിക്കുന്ന ഇരിക്കുകയായിരിക്കും കുട്ടികൾ. അപ്പൊ നിങ്ങൾ ഡാൻസ് ചെയ്യില്ല, പാട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല പാടല്ലേ. അതുകൊണ്ട് അതിന് പറ്റിയൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. രസമാണ്, നമ്മളെ തന്നെ മറക്കും അവരുടെ കൂടെ ചേരുമ്പോൾ. ഈ പാരഗ്രാഫ് പറഞ്ഞിരുന്നു, ആസ് എ ടീച്ചർ ഡീൽസ് വിത്ത് ചൈൽഡ്സ് പ്രോസസിംഗ് ഓഫ് ഇൻഫോർമേറ്റീവ്. അങ്ങനെയാണ് ഈ 2 പാരഗ്രാഫ്സ്. ആരാ ഒന്ന് വായിക്കുക? ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. As a teacher deals with the children's processing of knowledge, she is expected to know the process involved in the obtaining of knowledge. Besides, she must have knowledge of how to improve knowledge of the teacher so that they may process it properly. It is important that a teacher must know what type of knowledge item can be absorbed mentally by children of a particular age group. In short, psychology helps teachers in deciding what to teach and how to teach. As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensely careful in dealing with them. They are very subtle and sensitive. They are likely to absorb or internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നത് തന്നെയാണ് അല്ലെ. നമ്മള് വീട്ടിലാവുമ്പോ 1 കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിലെ കുട്ടികളെയും കൂടെ ചേർക്കുമ്പോൾ ഒരു 10 കുട്ടി, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുമ്പോൾ ആ ഒരു നമ്പർ ഒക്കെ വരുന്ന കുട്ടികൾ അല്ലെ. സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, നമ്മുടെ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ അറിയാം. നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളെയും നമുക്കറിയാം. ട്യൂഷൻ ക്ലാസ് നമ്മൾ കുറച്ചുകൂടെ അറിയാം, കാരണം പാരന്റ്സ് അതുപോലെ വന്നിട്ടാണ് കുട്ടികളെ ട്യൂഷൻ ചേർത്തിട്ട് പോകുന്നത്. പക്ഷെ സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ അറിയാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അത് മാത്രമല്ല, നമ്മൾ പല ക്ലാസ്സിൽ പോകുന്നുണ്ടാവും. അപ്പൊ ഒരു ദിവസം നമ്മൾ 50ഓ 60ഓ കുട്ടികളെ ഒരു ദിവസം തന്നെ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 30 പോട്ടെ, ചെറിയ സ്കൂളാണെങ്കിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുട്ടികളെ ഡീൽ ചെയ്യാണ്. അപ്പൊ ആ ഒരു ടീച്ചർ അത്രയും എക്സ്പേർട്ടൈസ് ആയിരിക്കണം, കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. സോ എങ്ങനെ ഇംപ്രൂവ് ആകണം എന്നുള്ള രീതിയിൽ ഒരു 1 സെക്കൻഡ് തന്നെ.
കുട്ടികളെ ഡീല് ചെയ്യുന്ന ആ ഒരു ടീച്ചർ അത്രയും എക്സ്പേർട്ടൈസ്ഡ് ആയിരിക്കണം. നമ്മളൊരു മെഷീനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ മെഷീന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ പാർട്സിനെ കുറിച്ച് അറിയാം. പാർട്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പക്ഷെ ഇത് ജീവനുള്ള അതാണല്ലേ കുട്ടികൾ എന്ന് പറയുമ്പോൾ, ഓരോന്നും ഓരോ കുട്ടിയും ഓരോ രീതിയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് നല്ലതുപോലെ അവരെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതിനുള്ള നോളജ് വേണം. അത് മാത്രല്ല, നമ്മൾ ഇംപ്രൂവ് ആകുകയും വേണം. ഓരോ കുട്ടിക്ക് അനുസരിച്ച് നമുക്ക് ചിലപ്പോ അപ്ഗ്രേഡ് ആകേണ്ടതായിട്ട് വരും. ഞാൻ ഈ ദീപാനിശാന്തിന്റെ ബുക്ക് വായിച്ചപ്പോ അവരിങ്ങനെ ബി.എഡ് കഴിഞ്ഞിട്ട് ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോകണമല്ലോ. അങ്ങനെ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് അവരുടെ സാറ് പറഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്തത് അവരുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഭയങ്കര ഒരു തല്ലിപ്പൊളി സ്കൂൾ എന്നാണ് ദീപാനിശാന്ത് ഇതിൽ എഴുതിയതിൽ പറഞ്ഞത്. അത്രയും പ്രശ്നങ്ങൾ അവിടെ നിന്ന് കേൾക്കാറുണ്ട്. അങ്ങനെ ഇവർ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോ 9th ആണെന്ന് തോന്നുന്നു ഒരു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഏറ്റവും ബാക്കിലെ റോയില് ഇരിക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെക്കാളും പ്രായം തോന്നുന്നു അത്ര. അതുപോലെ നല്ല തടിമാടന്മാര് മീശയൊക്കെ വെച്ചു. ഇവര് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡേ തുടങ്ങിയപ്പോ തന്നെ കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോ ഇവരുടെ ക്ഷമ കെട്ടു, പേഷ്യൻസ് അവര് ഇല്ലാണ്ടായി. അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ബാക്കിലിരിക്കുന്ന കുട്ടികളെ പ്രത്യേകം വിളിച്ചിട്ട് എന്തോ വഴക്ക് പറഞ്ഞു. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞു, പഠിപ്പിക്കുന്നത് എന്താ പറയാ, കേൾക്കാൻ ഒരു താല്പര്യം തോന്നണം, എന്നാലല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയിലൊരു കമന്റ് പറഞ്ഞു. അപ്പൊ ദീപാനിശാന്ത് പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം ആണത്. അപ്പൊ മനസ്സിലായി, ദീപക്ക് മനസ്സിലാവുകയാണ് എങ്ങനെ, അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അതിൽ താല്പര്യം വേണം, എന്നാൽ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ ആ ഒരു ദീപാനിശാന്ത് ആ ടീച്ചിങ് പ്രാക്ടീസിന്റെ രീതികളും അവരൊരു ടീച്ചർ ആയതിനു ശേഷം ഈ ഒരു കുട്ടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരെ മാറ്റിയതെന്ന് അവർ പറയുകയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും ഒരുപക്ഷെ നമ്മൾ നല്ലപോലെ ഹാർട്ട് ചെയ്താൽ പോലും നമ്മൾ എവിടെയെങ്കിലും മാറേണ്ടതുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മളൊരു കാര്യം, ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പല കുട്ടികളും പല രീതിയിലായിരിക്കും അത് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ അത് എങ്ങനെ ഓരോ കുട്ടി മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു നോളജ് എങ്ങനെയാണ് അവർക്കത് പ്രോപ്പറായിട്ട് അവർ എടുത്തിട്ടുള്ളത്, അവരെങ്ങനെ അത് അബ്സോർബ് ചെയ്തു, അവരതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ അതിനൊക്കെ നമുക്ക് ചില അനാലിസിസ് മെത്തേഡോ ടെസ്റ്റുകളോ കണ്ടക്ട് ചെയ്യാം. കൊച്ചു കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ റിപ്പീറ്റ് ചെയ്ത് അവരോട് ചോദിക്കും, അല്ലെ? അവരപ്പോ പാട്ട് പാടുന്ന പോലെ അതിന്റെ ആൻസറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വലിയ കുട്ടികളിൽ നമുക്ക് ചില ചെറിയ ടെസ്റ്റ് പേപ്പറുകൾ ടീച്ചേഴ്സ് നടത്താറുണ്ട്. അപ്പൊ കുട്ടികളെ പേടിപ്പിക്കാനുള്ള ടെസ്റ്റ് പേപ്പർ ആകരുത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമുക്ക് നടത്താം. ഗ്രൂപ്പിൽ എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. കാരണം നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോ ഇംഗ്ലീഷ് മലയാളം ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ പാർട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് വലിയ ക്ലാസ് ആണെങ്കിൽ റോൾ പ്ലേ ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ പല രീതിയിലും നമുക്ക് ആ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ സൈക്കോളജി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു. എന്ത് പഠിപ്പിക്കണം, വാട്ട് ടു ടീച്ച്, ഹൂ ടു ടീച്ച്, ഹൗ ടു ടീച്ച്, ആരെ എന്ത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഒരു ടീച്ചറെ മനസ്സിലാക്കിക്കുവാണ് സൈക്കോളജി. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡില് ക്ലാസ് പീരിയഡ്സ് ഇല്ലാത്തത്. നമ്മളിപ്പോ മാത്സ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി എന്ന് വിചാരിച്ചു, അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ നമ്മളോട് കഥ പറയാൻ പറഞ്ഞാൽ നമ്മളിപ്പോ കഥ പറയണം. അല്ലാതെ ഈ പീരീഡ് ഞാൻ മാത്സ് എടുക്കുള്ളൂ, അത് ട്രഡീഷണൽ മെത്തേഡാണ്. ഈ പീരീഡ് ഞാൻ ഇംഗ്ലീഷ് എടുക്കുള്ളൂ, ഈ പീരീഡ് ഞാൻ EVS എടുക്കുള്ളൂ, ആ ഒരു മെത്തേഡല്ല മോണ്ടിസോറി മെത്തേഡ്. ആക്ഷൻ സോങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EVS അവരെ പഠിപ്പിക്കണം. അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കണം. നമ്മൾ ആക്ഷൻ സോങ്ങിലൂടെ ഹെൽത്തി ഹാബിറ്റ്സ് അവരെ പഠിപ്പിക്കും. അപ്പൊ നമ്മള് അവർക്ക് എന്ത് മെത്തേഡാണോ വേണ്ടത് ആ മെത്തേഡിലൂടെ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ ഒരു സിസ്റ്റത്തില്, കാരണം അറ്റ് ദ എൻഡ് സിലബസ് തീർന്നോന്നായിരിക്കും നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മുടെ പിടിക്കുപോലിരിക്കും. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളല്ലേ, 3 to 6 years, അവർ വളരെ ചെറുതാണ്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പാകപ്പെട്ടിട്ടില്ല. ആ ഒരു എൻവയോൺമെന്റിൽ അവർ വരുന്നു, അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ആയിരിക്കും, ടീച്ചറോട് ഭയങ്കര ഇഷ്ടവും അങ്ങനെ. അപ്പൊ ടീച്ചർ അതുകൊണ്ട് അവരെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം.
അവർ വളരെ എന്താ പറയാ സെൻസിറ്റീവ് ആണ്, വളരെ കുഞ്ഞുങ്ങളാണ്, സബ്റ്റിൽ സൂക്ഷ്മം എന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ അവരതുപോലെ തന്നെ പലതും അബ്സോർബ് ചെയ്യുകയാണ്, അവർക്ക് ചുറ്റും കാണുന്നതെല്ലാം അവർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസത്തിലൂടെ ടീച്ചർ പോകണം. കാരണം യങ് ജനറേഷനെയാണ്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രൊഫസർ നിന്ന് PGക്ക് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ പ്രൊഫസർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ആ പേപ്പർ പ്രസന്റേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹം പോകും. ആര് ശ്രദ്ധിച്ചു ആര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേസമയം കൊച്ചുകുട്ടികളുടെ കേസിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അവരെ നമ്മൾ കൊണ്ടുവരണം, ആ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുവരണം. ആ ഒരു കുട്ടികളുടെ സൈക്കോളജിയെ കുറിച്ച് നല്ലൊരു നോളജ് ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഏത് കോഴ്സിലും സൈക്കോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. കുറച്ചും കൂടി ഉള്ളു, അത് ഫുൾ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Child and his behavior. As the Montessori teachers are expected to communicate with the children of this age group 3 to 6, they must know their general behavior in groups, individual behavior, each one's familiar background, social background, etc. The children face different problems in their family and the environment. The rate of addition of language changes according to the environment of each child. Emotion, motivation, and intelligence are also found of varying degrees among children. Teachers' efforts to gather children are likely to encounter the individual differences. Egocentrism may still prevail with some children. There may be children with psychological abnormalities and physical disabilities, which the teacher has to identify from the very beginning. Different aspects of child development are to be understood by the teacher. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social, and linguistic development. Their psychomotor coordination and skills development continuously. Piaget's stages of cognitive development, Freud's stages of emotional development, and Erison's stages of personality development are some of the bugs and judgments in this field which are of use to the teachers. Without having proper foundation in psychology, a teacher may not succeed in understanding Froebel's ideas of teaching, kindergarteners, or Maria Montessori idea of using didactic apparatus. ചിൽഡ്രൻ ആൻഡ് ഹിസ് ബിഹേവിയർ നമ്മൾ ഓൾറെഡി എല്ലാ സൈക്കോ അനാലിസ്റ്റുകളുടെയും ആ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ചുള്ള ഒബ്സർവേഷനും അവരുടെ അനാലിസിസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു സൈക്കോളജി പാർട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. ഓക്കെ, സാധാരണ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ് എന്നുള്ളൊരു വാക്കാണ്. ടീച്ചർ എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. വൺ ഹൂ ഈസ് ടീച്ചിങ് എന്നുള്ള മീനിങ് മാത്രമേ അതിന് വരുന്നുള്ളൂ. ആൻഡ് ലൈക്ക് അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പോകണം. ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് പാഠ്യേതര പ്രവർത്തനങ്ങളും കൂടി, അതായത് ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ തിങ്ക് ചെയ്യണം. ആ ഒരു സിലബസിലുള്ളത് മാത്രം പഠിപ്പിച്ച് പോവുകയല്ല വേണ്ടത്. അതിന് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കുട്ടി ജീവിക്കാൻ പോകുന്ന ആ ലോകത്തെ ലോകവുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ് ശരിക്കും ചെയ്തത്. അവിടെ ഒരു 3 to 6 years ആ ഒരു ഏജിൽ വരുന്ന കുട്ടികളാണ്. വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പിംഗ് ആണ്, അതായത് മിക്സഡ് ഏജ് ഗ്രൂപ്പാണ്. 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഓരോ കുട്ടിയും യുണീക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിവിജ്വൽ ആണ്, ഡിഫറൻസസ് ഉണ്ട്. അവരുടെ ജനറൽ ബിഹേവിയർ, പൊതുവെ അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവും. പിന്നെ ഒരു ഗ്രൂപ്പിലാക്കുമ്പോൾ അവരുടെ ബിഹേവിയർ മാറും. പിന്നെ ഇൻഡിവിജ്വലി അവരൊരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്, അവരുടെ ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. കുട്ടികൾ പലപ്പോഴും അവർ വളരുന്ന സാഹചര്യങ്ങളിൽ, ഫാമിലിയിലാണെങ്കിലും എൻവയോൺമെന്റിലാണെങ്കിലും പല രീതിയിലുള്ള
പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ചെറിയ പ്രായങ്ങളിൽ അവർക്ക് പല ട്രോമകളിലൂടെയും അവർ കടന്നു പോകും. നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഷോക്ക് എന്താണോ അത് നിലനിൽക്കെ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് അവരെ നമുക്ക് ശക്തിപ്പെടുത്താം. അതേ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സംഭവിച്ച കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റില്ല. ചിലര് പറയും ഹിപ്നോട്ടിസ് പോലത്തെ ചില തെറപ്പികളുണ്ട്, അത് ചെയ്ത് ഓർമ്മയിൽ നിന്നും അത് എടുത്തു കളയാന്നൊക്കെ. എനിക്ക് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവന്തോ അങ്ങനെ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ എങ്കിൽ നമുക്ക് അതിനെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ത്രൂ എഡ്യൂക്കേഷനും അത് സാധ്യമാകാറുണ്ട്. പിന്നെ പലപ്പോഴും ഈ കുട്ടി വളരുന്ന എൻവിയോൺമെന്റിനനുസരിച്ച് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ വരെ മാറ്റം വരും. കുട്ടിയെ വീടിനകത്ത് അടച്ച് വളർത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ആൻസൈറ്റി എത്ര പ്രായമായാലും അവർക്ക് മാറില്ല, ആ ഒരു പേടി ഉണ്ടാവും. പിന്നെ വീട്ടിനകത്തും ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. കൂടുതലായിട്ട് ഫിസിക്കൽ മൂവ്മെന്റ് വരെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ലോ ആകും ഇന്റലിജൻസ്. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ്, എപ്പോഴും അവനവന്റെ കാര്യം. അത് കുട്ടികളിൽ നമുക്കൊരു ഏജ് വരെ ചിലപ്പോൾ കാണാം. ചിലപ്പോൾ ചെറിയ ഏജിൽ തന്നെ അവർക്കത് മാറിപ്പോകും, അങ്ങനെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ പല സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ്, മാനസികപരമായ പല അബ്നോർമാലിറ്റീസും അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാണാം. അങ്ങനെ നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ടല്ലേ, ഫിസിക്കൽ ഡിസബിലിറ്റീസും പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്ന കുട്ടികളെയും കാണാറുണ്ട്. അപ്പൊ ഇവരെ എല്ലാം തുടക്കത്തിലേ തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം. ആ ഒരു 3 to 6 years ടീച്ചറുടെ കയ്യിലേക്ക് കിട്ടുന്നത് അല്ലെ, അതിനു മുമ്പ് അവർ വീട്ടിലാണ്. പലപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ടീച്ചർക്കായിരിക്കും. അപ്പൊ അതിന് ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ തെറാപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ മാറ്റങ്ങൾ നല്ല രീതിയിലായിട്ട് വരുത്താനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു വൈറ്റൽ ഗ്രോത്തിന്റെ സമയമാണ് 3 to 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു വീടിന്റെ ഫൗണ്ടേഷൻ ഇടുന്ന പോലെ തന്നെ ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ എല്ലാ ഏരിയയിലും, ലാംഗ്വേജ് ആണെങ്കിലും കോഗ്നിറ്റീവ് ആണെങ്കിലും സോഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇമോഷണൽ മൂവ്മെന്റ്, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു ഫണ്ടമെന്റൽ, അത് ആ ഒരു ബേസ് വരുന്ന ഒരു പ്രായമാണ് ആ ഒരു 3 to 6 years. അതെല്ലാം അതിനെപ്പറ്റിയെല്ലാം നമുക്ക് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒരു ടീച്ചറുടെ ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പോഴും പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക് അതിനിടയ്ക്ക് വരുന്നുണ്ട്. കുട്ടിക്ക് ഇങ്ങനെ ചെറിയൊരു ഇത് കാണുന്നു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെറാപ്പിസ്റ്റുകളെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് സമ്മതിക്കില്ല. എന്റെ കുട്ടി അങ്ങനെയല്ല, അത് കുഴപ്പമൊന്നുമില്ല, ആ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, അങ്ങനെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. പല നമ്മുടെ ബാച്ചിൽ തന്നെ പല ബാച്ചിലുള്ള കുട്ടികളും ഈ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പാരന്റ്സ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യും. അവിടെ നമുക്കപ്പോൾ കൂടുതൽ ഇടപെടാൻ പറ്റില്ല. നമ്മൾ എന്തോ ക്രൈം ചെയ്ത പോലെ ആയിരിക്കും ചിലപ്പോൾ പാരന്റ്സ് നമ്മളോട് പെരുമാറും. നമ്മൾ പിയാജെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫ്രോയിഡിന്റെ സ്റ്റേജ് മനസ്സിലാക്കി, എറിക്സൺ, പിന്നെ വെറ്റോസ്കിയും കൂടെ നമ്മൾ അതിനകത്ത് ചേർത്തിട്ടായിരുന്നു. ഇവരുടെ എല്ലാ വർക്കുകളും എല്ലാം കണ്ടു. അവിടെ എല്ലാം നമ്മൾക്ക് ഒരു ആസ് എ ടീച്ചർ നമുക്ക് കുറെ കാര്യങ്ങൾ, ആസ് എ ഫെസിലിറ്റേറ്റർ, ഒരു ട്രെയിനർ, ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രോപ്പർ ഫൗണ്ടേഷൻ ഒരു ടീച്ചർക്ക് സൈക്കോളജിയെ കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് വേണം. ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം കണ്ടെത്താനും പറ്റും. അല്ലാതെ നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ പാരന്റ്സിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഈ ഫ്രോബൽ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കിൻഡർഗാർട്ടൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ആയിരുന്നു. ഡോക്ടർ മറിയ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ ഫ്രോബലിന്റെ കൺസെപ്റ്റ് ആയിരുന്നു കിൻഡർഗാർട്ടൻ. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇവര് ഈ മോണ്ടിസോറി മെത്തേഡും ഈ കിൻഡർഗാർട്ടനിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്ന രീതിയും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് സക്സീഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഡൈഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് അങ്ങനെയുള്ള അപ്പാരറ്റസ് ആണ് ഉദ്ദേശിച്ചത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ ആ 4 സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം ഇതിലേക്ക് കൂടുതലായിട്ട് പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോഴും വർക്ക് ചെയ്യാൻ പോകുമ്പോഴും ഓൾറെഡി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇവൻ ട്യൂഷൻ ക്ലാസ്സിലുള്ളവർക്കും കുട്ടികൾ വീട്ടിലുള്ളവർക്കും നൈബർഹുഡിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അവരുടെ രീതികൾ നമുക്ക് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ദെൻ, ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you, ma'am. Thank you.